നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനി. നമസ്തേ സാരസ്വതേ ദേവി ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികി. അധ്യായം 82. ദ്രൗപദി കൃഷ്ണന്റെ റാണിമാരെ കാണുന്നു. പേജ് നമ്പർ 808. ഈ സൂത്രവിദ്യയെക്കുറിച്ചുള്ള വാർത്ത ലോകമെങ്ങും പരന്നു. ഇതുകേട്ട് നാനാ ദിക്കുകളിൽ നിന്നും രാജകുമാരന്മാർ പടച്ചട്ടയണിഞ്ഞ് സൈനിക ശിക്ഷകന്മാരാൽ ആനീതിതരായി എൻ്റെ പിതാവിൻ്റെ തലസ്ഥാന നഗരിയിലെത്തി. എല്ലാവരും എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. ഓരോരുത്തരായി മത്സ്യത്തെ വേദിക്കാൻ വച്ചിരുന്ന വില്ലും അമ്പും ഉയർത്തി. പലർക്കും വില്ലു കുലയ്ക്കാൻ പോലും കഴിഞ്ഞില്ല. വില്ല് അതേപടി വച്ചിട്ട് അവർ മടങ്ങിപ്പോയി. ചിലർ വിൽത്തടിയുടെ ഒരറ്റത്തു ഞാൻ ബന്ധിച്ചു. എന്നാൽ അതു വലിച്ചു മറ്റേ അറ്റത്തു ബന്ധിക്കാൻ അവർക്കു സാധിച്ചില്ല. മാത്രമല്ല, ആ ഉദ്യമത്തിൽ വളഞ്ഞ വില്ലിൻ്റെ അടിയേറ്റ് അവർ പെട്ടെന്നു വീണു പോവുകയും ചെയ്തു. പ്രിയപ്പെട്ട റാണി, എൻ്റെ സ്വയംവര സദസ്സിൽ പ്രസിദ്ധരായ അനേകം രാജാക്കന്മാരും വീരനായകന്മാരും സന്നിഹിതരായിരുന്നു എന്നറിയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ജരാസന്ധൻ, അംബഷ്ടൻ, ശിശുപാലൻ, ഭീമസേനൻ, ദുര്യോധനൻ, കർണൻ തുടങ്ങിയ വീരനായകന്മാർക്കൊക്കെ വില്ലു കുലയ്ക്കാൻ കഴിഞ്ഞു. പക്ഷേ മത്സ്യത്തെ ഭേദിക്കാൻ കഴിഞ്ഞില്ല. കാരണം അത് മൂടപ്പെട്ടിരുന്നതിനാൽ പ്രതിബിംബത്തിൽ നിന്ന് അതിനെ കണ്ടുപിടിക്കാൻ അവർക്കായില്ല. പാണ്ഡവരിലെ പുകൾപെറ്റ വീരനായകൻ അർജുനന് മത്സ്യത്തിൻ്റെ പ്രതിബിംബം കാണാൻ കഴിഞ്ഞു. വളരെ പണിപ്പെട്ടു മത്സ്യത്തിൻ്റെ സ്ഥാനം നിർണയിക്കാനായെങ്കിലും ശരിയായ സ്ഥാനത്തു മത്സ്യത്തെ ഭേദിക്കാൻ അദ്ദേഹത്തിനു കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ അമ്പ് മത്സ്യത്തെ സ്പർശിക്കുകയെങ്കിലും ചെയ്തു. അങ്ങനെ മറ്റു രാജാക്കന്മാരെക്കാൾ കേമനാണു താനെന്നു തെളിയിക്കാൻ കഴിഞ്ഞു. ലക്ഷ്യം ഭേദിക്കാൻ ശ്രമിച്ച രാജാക്കന്മാർ മുഴുവൻ കബളിപ്പിക്കപ്പെട്ടതിനാൽ നിരാശരായി തീർന്നു. ചില വധൂകാംക്ഷികൾ ഒന്നു ശ്രമിച്ചു നോക്കുക പോലും ചെയ്യാതെ സ്ഥലം വിട്ടു. എന്നാൽ അവസാനം ഭഗവാൻ കൃഷ്ണൻ വില്ലു കയ്യിലെടുത്ത് ഒരു ശിശു കളിപ്പാട്ടം കൊണ്ട് കളിക്കുന്നത് പോലെ അതു അനായാസം കുലച്ചു. ഒരേ ഒരു തവണ മാത്രം ജലത്തിൽ മത്സ്യത്തിൻ്റെ പ്രതിബിംബത്തെ നോക്കിയിട്ട് അദ്ദേഹം അമ്പു തൊടുത്തുവിട്ടു. തക്ഷണം മുറിവേറ്റ മത്സ്യം താഴെ വീണു. ഭഗവാൻ കൃഷ്ണൻ ഈ വിജയം നേടിയത് ഉച്ചസമയത്താണ്. ജ്യോതിശാസ്ത്രപരമായി
മംഗളകരമെന്നു കരുതപ്പെടുന്ന അഭിജിത്ത് എന്ന മുഹൂർത്തത്തിൽ ആ സമയത്ത് ലോകമെങ്ങും ജയ ജയ ശബ്ദം മുഴങ്ങി. ആകാശത്തുനിന്നു സ്വർഗവാസികളുടെ പെരുമ്പറയുടെ ശബ്ദം കേട്ടു. ദേവന്മാർക്കും സന്തോഷം കരകവിഞ്ഞൊഴുകി. അവർ ഭൂമിയിൽ പുഷ്പവൃഷ്ടി നടത്തി. ആ സമയത്തു ഞാൻ മത്സരവേദിയിൽ പ്രവേശിച്ച് നടന്നു നീങ്ങിയപ്പോൾ എൻ്റെ കാൽച്ചിലങ്കകൾ മഞ്ജുനാദം പൊഴിഞ്ഞു. ഞാൻ പട്ടാമ്പരം ധരിച്ച് മുടിയിൽ പൂ ചൂടിയിരുന്നു. ഭഗവാൻ കൃഷ്ണന്റെ വിജയത്തിൽ ഞാൻ ആഹ്ലാദമത്തയായി ഹൃദ്യമായി പുഞ്ചിരിച്ചിരുന്നു. രത്നഖചിതവും ഇടയ്ക്കിടെ വെട്ടിത്തിളങ്ങിയിരുന്നതുമായ ഒരു സ്വർണഹാരം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പലതരം കർണാഭരണങ്ങളിൽ നിന്നുള്ള പ്രതിഫലനം മൂലം തിളങ്ങുന്ന മിനുമിനുക്കത്തോടുകൂടിയ എൻ്റെ മുഖം മുടിച്ചുരുളുകൾ കൊണ്ട് വലയം ചെയ്തിരുന്നു. ഞാൻ കണ്ണു ചിമ്മി. സന്നിഹിതരായ രാജാക്കന്മാരെയാണു ഞാൻ ആദ്യം നിരീക്ഷിച്ചത്. തുടർന്ന് ഞാൻ എൻ്റെ ഭഗവാന്റെ അടുത്തെത്തിയപ്പോൾ സാവധാനം ആ സ്വർണഹാരം അദ്ദേഹത്തിൻ്റെ കണ്ഠത്തിലർപ്പിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം മുതൽ തന്നെ എൻ്റെ മനസ്സ് ഭഗവാൻ കൃഷ്ണനിൽ ആകൃഷ്ടമായിരുന്നു. അതിനാൽ ഭഗവാനു മാലയിട്ടത് എൻ്റെ വമ്പിച്ച വിജയമായി ഞാൻ കണക്കാക്കി. ഞാൻ ഭഗവാനെ മാലയിട്ട മാത്രയിൽ തന്നെ മൃദംഗം, പടഹം, ശംഖം, ഭേരി എന്നിവയും മറ്റ് സംവാദ്യോപകരണങ്ങളും ചേർന്ന് ബഹളമയമായ ശബ്ദം മുഴക്കി. സംഗീതം മുഴങ്ങുമ്പോൾ വിദഗ്ധരായ നർത്തകന്മാരും നർത്തകികളും ചേർന്ന് നൃത്തം തുടങ്ങി. ഗായകർ മധുരമായി പാടി. ഹരേ കൃഷ്ണ.